പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മളെ ഇഷ്ടമുള്ളവർ അവർ നമ്മുടെ അടുത്ത് എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇടപഴകുന്നത്, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള കുറച്ച് സയൻസ്, സൈക്കോളജിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കുറച്ച് സയൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശരിക്കും നമ്മുടെ അടുത്ത് ഒരാൾ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ കരുതും അവരെവിടെയെങ്കിലുമൊക്കെ ചാഞ്ഞു നിന്നോ ചെരിഞ്ഞു നിന്നോ ഒക്കെ സംസാരിക്കുമ്പോൾ ഇവർക്ക് വളരെ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇവരൊട്ടും താല്പര്യമില്ലാതെ ആയിരിക്കും നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതെന്നൊക്കെ ആയിരിക്കും നമ്മൾ കരുതുന്നത്. പക്ഷേ സൈക്കോളജി പറയുന്നത് അതിനൊക്കെ കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ അവരങ്ങനെ നിൽക്കുന്നതിന്, അവരങ്ങനെ സംസാരിക്കുന്നത്, നമ്മുടെ നേരെ നോക്കുന്നതിന്, ഈവൻ അവരൊന്ന് പുരുകം പൊക്കി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനും വളരെയധികം അർത്ഥങ്ങളുണ്ടെന്നാണ് സൈക്കോളജി പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മളോട് ഒരുപാട് സ്നേഹമുള്ളവർ, അല്ലെങ്കിൽ നമ്മളെ ഒരു രീതിയിൽ ഇഷ്ടമുള്ളവർ നമ്മളുടെ അടുത്ത് എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്, അവർ കാണിക്കുന്ന കുറച്ച് സയൻസ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത്തരത്തിൽ സൈക്കോളജി പറയുന്ന ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ബോഡി ലാംഗ്വേജ്. അതായത് നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തി, നമ്മുടെ അടുത്ത് ഇടപഴകുന്ന വ്യക്തിക്ക് ഒരു തുറന്ന ശരീരഭാഷ, അതായിരിക്കും അവർ നമ്മുടെ മുന്നിൽ കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഭയങ്കര ഫോർമലായിട്ട് നിൽക്കുന്നതൊന്നുമല്ല. ശരിക്കും നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ നിങ്ങളുടെ നേർക്ക് നോക്കിക്കൊണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് ചാരി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു കസാരയിൽ ഇരിക്കുകയാണെങ്കിലും പ്രോപ്പറായിട്ടൊന്നും ആയിരിക്കില്ല, വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് ചാരിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അത്തരത്തിലൊരു വ്യക്തി നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് വളരെ കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങളോട് അവർക്കൊരു സ്പെഷ്യൽ ഇഷ്ടമുണ്ട് എന്നതാണ്. അവരുടെ കൈകൾ അവർ കെട്ടിയൊന്നും വെക്കാതെ വളരെ റിലാക്സ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒട്ടും ഫോർമൽ ആയിരിക്കുകയില്ല എന്ന് വേണം പറയാൻ. അവരുടെ കൈ ഒരിക്കലും ഒരു കെട്ടി നിന്ന് ഫോർമലായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയില്ല. തുറന്നൊരു സംസാരം അല്ലെങ്കിൽ തുറന്നൊരു ശരീരഭാഷയായിരിക്കും അവർ കാണിക്കുന്നത്. ഇത്തരത്തിലെല്ലാം ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് എന്നും ഒരു തുറന്ന സമീപനമാണ് എന്നുമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് സൈക്കോളജി പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകളിലേക്ക് അവരൊരു ശ്രദ്ധ കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഒരു ഐ ടു ഐ കോണ്ടാക്റ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അവർ നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അവരുടെ കണ്ണുടക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു രീതി, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അവരുടെ കൃഷ്ണമണി വികസിക്കുന്നതായിട്ട് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകും. ഇത് ശരിക്കും ആകർഷണത്തിൻ്റെ ഒരു അപൂർവമായ അടയാളമായിട്ടാണ് സൈക്കോളജി പറയുന്നത്. അവർ പോലും അറിയാതെ സബ് കോൺഷ്യസ് ആയിട്ട് വരുന്ന ഒരു സൈനാണിത്. നിങ്ങൾ സംസാരിക്കുന്നത് അവർ ശ്രദ്ധയോടെ കേൾക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണുകളിലേക്ക് അവർ വളരെ ആകാംക്ഷയോടെ, വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളെ കേട്ട് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കും. അത് അവർക്ക് അത്രമേൽ നിങ്ങളോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങളെ അത്രമേൽ ഇഷ്ടമാണ് എന്നതിൻ്റെ സൈനാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ അപൂർവമായിട്ടുള്ള ഒരു അനുകരണം. ഇതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ സബ് കോൺഷ്യസ് ആയിട്ട് തന്നെയായിട്ട് വരുന്നൊരു മിററിങ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾ ചെയ്യുന്നത് പോലെ, നിങ്ങൾ ഇരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈ നിങ്ങൾ എടുക്കുന്നതോ, നിങ്ങൾ കാണിക്കുന്നത് പോലെയുള്ള ആംഗ്യങ്ങൾ കാണിക്കുന്നതോ, നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതോ, ഇത്തരത്തിലെല്ലാം അവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ബോധപൂർവമായിരിക്കില്ല, അവർ പോലും അറിയാതെ അബോധപൂർവം അവർ നിങ്ങളെ അനുകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ മിററിംഗ് എന്നുകൂടെ പറയാറുണ്ട്. കാരണം നിങ്ങളെ അതുപോലെ തന്നെ അവർ അനുകരിക്കുന്ന ആ ഒരു രീതിക്കാണ് മിററിംഗ് എന്ന് പറയുന്നത്. ഇത് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു അടുപ്പമാണ് കാണിക്കുന്നത്. നിങ്ങളോട് അത്രയ്ക്കും ഒരു അട്രാക്ഷൻ ഉണ്ട്, നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവർ പോലും അറിയാതെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പോലെ ഉള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യാൻ ഇടവരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ, എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു വാക്ക് അവരും നോർമലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. അത്തരത്തിലെല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊരു സ്പെഷ്യൽ പേഴ്സൺ ആണ് എന്നതാണ്. ഇനി ഇത്തരത്തിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു വ്യക്തി കാണിക്കുന്ന ഒരു സൈനാണ്, ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്പർശനങ്ങൾ, അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒട്ടും ഫീൽ ചെയ്യില്ല. അവർ നിങ്ങളെ ടച്ച് ചെയ്തതുപോലെ പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അത് മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്പർശനവും ആയിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ നിങ്ങളുടെ കയ്യിലോ തോളിലോ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലൊന്ന് ചിരിച്ചുകൊണ്ട്, ചിലപ്പോൾ നല്ലൊരു കോമഡി പറയുമ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ഒന്ന് തല്ലുന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ തലയിലൊരു കൊട്ട് തരുന്നതോ, അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് എന്താ ഇങ്ങനെ കിടക്കുന്നത്, നേരെ ഇട്, അങ്ങനെ പറഞ്ഞിട്ടൊന്ന് എടുത്തിടുന്നതോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം. ഇപ്പം റോഡിലൂടെ നടന്നു പോവുകയാണെങ്കിൽ വണ്ടി വരുന്നുണ്ട് ഇങ്ങോട്ട് നീങ്ങി നടക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ചെറിയ ചെറിയ സ്പർശനങ്ങൾ, ഇതെല്ലാം നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷനും നിങ്ങളോടുള്ള ഒരു സ്നേഹവും അവർ നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയാണ്. ഇത് ശരിക്കും നിങ്ങളുടെ അടുപ്പം വർദ്ധിക്കാനുള്ള അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ്. ഇനി ഇത്തരത്തിൽ നിങ്ങളോട് ഇഷ്ടമുള്ള ആളുകൾ കാണിക്കുന്ന മറ്റൊരു കാര്യമാണ് ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു പരിഭ്രമം. അതെല്ലാം നിങ്ങൾക്ക് അവരുടെ അടുത്ത് കാണാൻ സാധിക്കും. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ ചെറിയ രീതിയിലൊന്ന് നെർവസ് ആവുന്ന പോലെ, എന്തെങ്കിലും ഒരു രീതിയിൽ പരിഭ്രമിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ഓർക്കും, എന്താ ഇവർ എന്നോട് സംസാരിക്കുമ്പോൾ മാത്രം ഇങ്ങനെ
ചില ആൺകുട്ടികളെയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർക്ക് ഇഷ്ടമുള്ള പെണ്ണിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. അവർ ഭയങ്കര സ്മാർട്ടായിരിക്കും എല്ലാ കാര്യത്തിലും. പക്ഷേ അവരുടെ ആ സ്പെഷ്യലായിട്ടുള്ള ആ ഒരു പേഴ്സൻ്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നെർവസ് ആകും. അത് നമ്മൾ സിനിമയിലാണെങ്കിൽ പോലും കാണാറുണ്ട്. പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും സ്മാർട്ടായിരിക്കണമെന്നില്ല. അതിൻ്റെ ഒരു മെയിൻ റീസൺ ഇതാണ്. അവരുടെ ആ സ്പെഷ്യലായിട്ടുള്ള ആളുടെ മുന്നിലാണ് അവർ നിൽക്കുന്നത്. അത് അവർക്കൊരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റും നെർവസ് ആവാനും ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ വാക്കുകളെല്ലാം ഇടറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. കൈകൾ വിറയ്ക്കുക, അല്ലെങ്കിൽ കൂടുതൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ കളിയാക്കുന്ന ഒരു രീതിയിലേക്ക്. അതെല്ലാം അവരുടെ ആ ഒരു എന്താ പറയുക, ഒരു പരിഭ്രമത്തെ മാറ്റാനായിട്ട്, അല്ലെങ്കിൽ അതിനെ പുറത്തോട്ട് വരാതിരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർ ചിലപ്പോൾ കൂടുതൽ കോമഡിയൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു വഴക്കിടുന്ന രീതിയിലോ അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിലേക്കൊക്കെ മാറുന്നത്. കൂടുതലും ഇത്തരം സാഹചര്യങ്ങൾ ഓവർകം ചെയ്തു പോകാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന കുറച്ച് തരികിട പരിപാടികളാണതൊക്കെ. ഇനി ഇതുപോലെ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികൾ കാണിക്കുന്ന മറ്റൊരു കാര്യമാണ്, വ്യക്തിപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും അവർ. അതായത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും എല്ലാം കൂടുതലായിട്ട് ചോദിച്ചറിയാനും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയാണെങ്കിൽ പോലും അതെല്ലാം അറിയാനുള്ള ഒരു താല്പര്യം അവരെപ്പോഴും കാണിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ ഓർത്ത് വെച്ച് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെക്കുറിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. അത് ചിലപ്പോൾ ഇഷ്ടമുള്ളൊരു ഫുഡായിരിക്കാം, ഇഷ്ടമുള്ളൊരു കളറായിരിക്കാം, അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമായിരിക്കാം. അതുപോലെ നിങ്ങളുടെ ബർത്ത്ഡേക്ക് ഓർത്തിരുന്ന് വിഷ് ചെയ്യുക. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു വ്യക്തി അറിയാനും അതുപോലെ തന്നെ അതെല്ലാം നിങ്ങളുടെ മുന്നിൽ അറിയിക്കാനും നിങ്ങളോട് ചോദിച്ചറിയാനും എല്ലാം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ സ്പെഷ്യലാണ്. അവർ നിങ്ങളെ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് സയൻസ്, സൈക്കോളജി പറയുന്നുണ്ട്. അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നിയത്, ഇമ്പോർട്ടൻറ്റുമാണ് അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലെല്ലാം നിങ്ങളുടെ അടുത്ത് ഒരു വ്യക്തി പെരുമാറുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലെല്ലാം ഇടപഴകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ സ്പെഷ്യൽ തന്നെയാണ്. അവരെ ഒരിക്കലും നിങ്ങൾ വെറുതെ ഒരു ആളായിട്ട് കണ്ട് ഇഗ്നോർ ചെയ്ത് കളയാതിരിക്കുക. അവരെത്തരത്തിലാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ നല്ലൊരു പേഴ്സണാലിറ്റി ആണെങ്കിൽ അവർക്കൊരു അവസരം കൊടുത്തു നോക്കാം. അതുപോലെ തന്നെ അവരെ ചേർന്നിരുത്താം. അത് ഫ്രണ്ട് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ് ആണെങ്കിലോ കസിൻ ആണെങ്കിലോ ആര് തന്നെ ആയിക്കോട്ടെ, അവർ ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പിൻ്റെ രീതിയിൽ മാത്രമാവണമെന്നില്ല ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിലാണെങ്കിൽ പോലും അവർക്ക് നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ അവർ കണ്ടിട്ടുള്ളതിൽ വെച്ചൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ടായിരിക്കും നിങ്ങളെ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം, അല്ലെങ്കിൽ ലൈഫ് ലോങ് ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം, അല്ലെങ്കിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് ഇത് മാറണം, അങ്ങനെയെല്ലാം ചിലപ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം. സോ നല്ല രീതിയിൽ ആളുകൾ നിങ്ങളുടെ അടുത്ത് ഇടപഴകുന്നത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങളുടെ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. താങ്ക്